മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ടീന ജോസിനെ തള്ളി സിഎംസി സന്യാസ സമൂഹം. മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തണമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയ ടീന ജോസ് നിലവിലെ സന്യാസ സഭാംഗമല്ല എന്നാണ് സഭാ നേതൃത്വം പറഞ്ഞുവെക്കുന്നത്. തിയോഫിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. തിയോഫിൻ, മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു ഈ പറയുന്ന ടീനയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പരാമർശമുണ്ടായത്. നമ്മൾ അതൊക്കെ കണ്ടതാണ്. ബോംബിട്ട് കൊല്ലണമെന്നൊക്കെ രീതിയിലേക്കാണ്, അത്തരത്തിൽ മോശമായ രീതിയിലായിരുന്നു ആ ഒരു പരാമർശമുണ്ടായത്. എന്തായാലും സിഎംസി സന്യാസ സമൂഹം ഇപ്പോൾ ഇവരെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയാണ്. 2009 ഇവർ ഇവിടെ നിന്ന് പുറത്തായതാണ്. ഇവർക്ക് ഈ വസ്ത്രം ധരിക്കാൻ പോലുമുള്ള സന്യാസ വസ്ത്രം ധരിക്കാൻ പോലുമുള്ള അധികാരമില്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായും, അതായത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തെ കൂടി നമുക്കൊന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങുന്നു എന്ന് ഒരു വ്യക്തി പോസ്റ്റ് ഇട്ടിരുന്നു. ആ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റിന് താഴെയാണ് ടീന ജോസിൻ്റെ കമൻ്റ് ഉണ്ടായത്. ഈ ടീന ജോസ് എന്ന പ്രൊഫൈൽ ഇതേ വ്യക്തി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിനൊരു കാരണം ഇവരുടെ ചിത്രം തന്നെയാണ്, സന്യാസ വേഷത്തിലുള്ള ചിത്രമാണ്, കന്യാസ്ത്രീയുടെ വേഷത്തിലുള്ള ചിത്രം ഉള്ള പ്രൊഫൈലിൽ നിന്നാണ് ഇങ്ങനെ ഒരു കമൻ്റ് ഉണ്ടായത്. തന്നെയുമല്ല, ഇവരെക്കുറിച്ച് പറഞ്ഞാൽ ഇവർ നേരത്തെ 2020 പ്രചാരകയായി പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. 2020 വേണ്ടി പല ജില്ലകളിലും 2020 ഓരോ ജില്ലയിൽ അവരുടെ യൂണിറ്റുകൾ രൂപീകരണം അല്ലെങ്കിൽ ആ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ അവിടെയൊക്കെ പ്രസംഗിക്കുകയും സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വളരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതിൽ നമുക്കത് അവരുടെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ഇവരെ സന്യാസ സമൂഹം തള്ളിയിരിക്കുകയാണ്. നിലവിൽ കന്യാസ്ത്രീയാണെന്ന് അവകാശപ്പെടുന്ന ഇവർ സിഎംസി സന്യാസ സഭ അംഗമായിരുന്നു നേരത്തെ. സഭ നൽകിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ കാനൂനിക നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ടും ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ്. 2009 ഇവരെ പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ സഭാ വസ്ത്രം ധരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. തന്നെയുമല്ല, സഭ പുറത്താക്കിയതിന് പിന്നാലെ ഇവർ വത്തിക്കാനെ സമീപിക്കുകയും ചെയ്തിരുന്നു, നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷേ വത്തിക്കാനിൽ നിന്നും സഭയ്ക്ക് അനുകൂലമായി തന്നെ അന്ന് വിധി ഉണ്ടായി എന്ന് സഭ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഭ കൃത്യമായി പറയുന്നത്, ഈ സിഎംസി സന്യാസ സഭ പറയുന്നത് വിമല പ്രോവിൻസ്, കൊച്ചിയിലുള്ള വിമല പ്രോവിൻസാണ് ഇക്കാര്യം വിശദീകരിച്ച് വാർത്താക്കുറിപ്പ് അയച്ചിട്ടുള്ളത് മാധ്യമങ്ങൾക്ക്. ആ വാർത്താക്കുറിപ്പ് പ്രകാരം ഈ സഭാ വസ്ത്രം ധരിക്കാൻ ഇവർക്ക് അർഹതയില്ല. കാരണം നേരത്തെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി, അതോടൊപ്പം അതിന് പിന്നാലെ വത്തിക്കാനെ സമീപിച്ചിട്ടും അവർക്ക് അനുകൂലമായി വിധി ഉണ്ടായിട്ടില്ല. അങ്ങനെ സഭാ നേതൃത്വത്തിന് അനുകൂലമായി വിധി വന്ന സാഹചര്യത്തിൽ തന്നെ ഇവർ നിലവിൽ സഭാംഗമല്ല എന്ന സഭാ സമൂഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് 2009 മുതൽ ഇവർ സഭയുടെ ഭാഗമല്ല. അങ്ങനെ ഒരു വ്യക്തി പക്ഷേ അവർ കന്യാസ്ത്രീയാണെന്ന് അവകാശപ്പെടുമ്പോൾ അത് സഭയ്ക്ക് ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭയ്ക്കത് ആ വിഷയം വിശദീകരിക്കേണ്ടി വന്നത്. എന്തായാലും വിമല പ്രോവിൻസിൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇവർ സഭയുടെ ഭാഗമല്ല എന്നാണ്. എന്തായാലും ഇവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകും. ഒരുപക്ഷെ പോലീസ് കേസെടുക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്തായാലും സഭാ സമൂഹം തന്നെ തള്ളിയ സ്ഥിതിക്ക് അവർ കന്യാസ്ത്രീയാണെന്ന് അവകാശപ്പെടുന്നതിന് ഇനി യാഥാർത്ഥ്യമില്ല. പക്ഷേ അവരുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രൂക്ഷമായ ഭാഷയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ മുഖ്യമന്ത്രി അപായപ്പെടുത്തണം എന്ന് പോലും പറഞ്ഞുള്ള അവരുടെ പോസ്റ്റുകൾക്ക് ഒരു കാരണം 2020 ആകെ തകർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. 2020 പരമാവധി സഹായിക്കുകയും എറണാകുളം അല്ലാതെ മറ്റു ജില്ലകളിലൊക്കെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം, ക്രിസ്ത്യൻ കുടിയേറ്റക്കാർ, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുടിയേറ്റ ജനതയുള്ള സ്ഥലങ്ങളിൽ, കണ്ണൂർ ജില്ല പോലുള്ള കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അത്തരം പ്രദേശങ്ങളിലൊക്കെ 2020 രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇവർ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ 2020 ഉണ്ടായ ഒരു ക്ഷീണം ഇവരെ പ്രകോപിതരാക്കിയിട്ടുണ്ടാകാം എന്നാണ് സംശയിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും സഭ ഇവരെ തള്ളിയിരിക്കുന്നു. ഇവർ സിസ്റ്റർ ടീന ജോസ് എന്ന് അവകാശപ്പെടുന്നതിൽ സഭയ്ക്ക് ഇനി സഭ വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു സിസ്റ്റർ എന്ന് അവകാശപ്പെടാനോ വസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം അവർക്കില്ല എന്ന് സഭ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി തിയോഫിൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ആണ് ടീന ജോസിനെ ഇപ്പോൾ സിഎംസി സന്യാസ സമൂഹം തള്ളി രംഗത്ത് വരുന്നത്. മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തണമെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയ ടീന ജോസ് നിലവിൽ സന്യാസ സഭാംഗമല്ല എന്ന് സഭാ നേതൃത്വം പറഞ്ഞു വെക്കുന്നു. 2009 ഇവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടതാണ്. തിരുവസ്ത്രം ധരിക്കാനുള്ള യാതൊരുവിധ അർഹതയും ഇവർക്ക് ഇല്ല എന്നും പറയുന്നുണ്ട്. തിയോഫിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.